അമേരിക്കയുടെ നോൺ ഫാം പേറോൾ ഡേറ്റ ഇന്ന് പുറത്തു വരാനിരിക്കെ കഴിഞ്ഞ ദിവസം ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും എല്ലാം കഴിഞ്ഞ ദിവസം പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ജപ്പാന്റെ ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ് ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്ടേഷന് വിപരീതമായി വന്നു. മെയ് മാസത്തെ ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ് 0.1% ഉയരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 1.8% ഇടിയുകയാണ് ചെയ്തത്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് 15.65 പോയിന്റ് ഉയർന്ന് 24,302 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 2,575 കോടിയുടെ ബൈയിങ് നടത്തുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,375 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഇന്ന് റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെയും അതുപോലെ തന്നെ ബാങ്കിംഗ് സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനിലുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് 0.8% ഇടിഞ്ഞ് 24.87 ലക്ഷം കോടിയായി മാറി. HDFC ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൽ വളർച്ചയൊന്നും കാണുന്നില്ല. 23.79 ലക്ഷം കോടിയുടെ ഡെപ്പോസിറ്റാണ്. കാസ 8.63 ലക്ഷം കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസയിൽ 5% ഇടിവ് ക്വാർട്ടർ ടു ക്വാർട്ടർ വരികയും ചെയ്തു. റെയ്മണ്ട് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. റെയ്മണ്ടിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആമായ റെയ്മണ്ട് റിയാലിറ്റിയെ ഡീമർജ് ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകി. ഈ ഡീമർജ് പ്രകാരം റെയ്മണ്ടിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റെയ്മണ്ട് റിയാലിറ്റിയുടെ ഓരോ ഷെയറുകൾ ലഭിച്ചേക്കും. RBL ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് 18% വർദ്ധിച്ച് 1.01 ലക്ഷം കോടിയായി മാറി. ഗ്രോസ് അഡ്വാൻസ് 18% വർദ്ധിച്ച് 88,485 കോടിയായി മാറി. കാസ റേഷ്യോ 32.6% രേഖപ്പെടുത്തുകയും ചെയ്തു. IDFC ഫസ്റ്റ് ബാങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LIC 2.48% സ്റ്റേക്കുകൾ 80 രൂപ 63 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി IDFC ഫസ്റ്റ് ബാങ്കിൽ LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിരിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഡൊമസ്റ്റിക് അഡ്വാൻസ് 12% വർദ്ധിച്ച് 9.89 ലക്ഷം കോടിയായി മാറി. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 8% വർദ്ധിച്ച് 13.7 ലക്ഷം കോടിയായി മാറി. ഗ്ലോബൽ അഡ്വാൻസ് 12.7% വർദ്ധിച്ച് 10.33 ലക്ഷം കോടിയായി മാറുകയും ഗ്ലോബൽ ഡെപ്പോസിറ്റ് 8.5% വർദ്ധിച്ച് 14.08 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. ഇന്ന് റെയിൽ സെക്ടറിലെ RVNL, ഇർക്കോൺ ഇൻ്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാം. ഇന്ത്യയിലും അബ്രോഡിലും പ്രോജക്റ്റുകൾ എടുക്കുന്നതിന് വേണ്ടി RVNLും DMRC അല്ലെങ്കിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും തമ്മിൽ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ഉത്തർഖണ്ഡിൽ ട്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 750 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. IDBI ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ടോട്ടൽ ബിസിനസ് 15% വർദ്ധിച്ച് 4.71 ലക്ഷം കോടിയായി മാറി. ഡെപ്പോസിറ്റ് 13% വർദ്ധിച്ച് 2.77 ലക്ഷം കോടിയായി മാറി. കാസ 5% വളർന്ന് 1.34 ലക്ഷം കോടിയായി മാറി. ലോയ്ഡ്സ് മെറ്റൽ ആൻഡ് എനർജി എന്ന കമ്പനി QIP റൈസ് ചെയ്യുകയാണ്. QIP വഴി ഫണ്ട് റൈസ് ചെയ്യുകയാണ്. 732 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി അതിൻ്റെ സ്റ്റേക്കുകൾ വിറ്റഴിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.